ഹലോ അസ്സലാമു അലൈക്കും. ഡോക്ടർ ലിഷാനയാണ്. ഇന്ന് നമുക്ക് വുമൻസ് ഹെൽത്ത് എടുക്കാം ടോപ്പിക്കായിട്ട്. ഞാൻ പണ്ട് എന്താ പറയുക 36 വയതിനിലേ എന്നുള്ളൊരു ഫിലിം കണ്ടല്ലോ, ജ്യോതികയുടെ മഞ്ജു വാര്യരുടെ ഒക്കെ. അത് കണ്ടുകൊണ്ടിരിക്കുമ്പം എൻ്റെ മനസ്സിൽ 2 ചിന്തകളായിരുന്നു. ഒന്ന്, ആ ഒരു ഏജ് എത്തുമ്പം ഞാൻ എന്തായിരിക്കും, അല്ലെങ്കിൽ എങ്ങനായിരിക്കും, എന്തായിരിക്കും എൻ്റെ അവസ്ഥ, എൻ്റെ സ്വപ്നങ്ങൾ എന്തായിരിക്കും, അങ്ങനെ ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു. രണ്ടാമതായി എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ആ ഏജ് എത്തിയാലും എനിക്ക് ഇനിയും സ്വപ്നങ്ങൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ മികച്ച രീതിയിൽ വീണ്ടും പലതും എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഹോപ്പും എനിക്ക് ആ ഫിലിം തന്നിട്ടുണ്ടായിരുന്നു. സോ ബീങ് എ വുമൺ, നമുക്ക് നമ്മളോട് തന്നെ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, നമ്മളോട് തന്നെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് ഒന്ന് മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലേ. അപ്പം നമ്മൾ എസ്പെഷ്യലി ഒരു മിഡ് ഏജൊക്കെ ആകുമ്പോഴത്തേക്കും, ഒരു മിഡിൽ ഏജൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്വന്തം ഫാമിലി, നമ്മുടെ വീട്, നമ്മുടെ കരിയർ, അതല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ, ഫിനാൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിലൂടെ ഓടുന്നൊരു സമയമൊക്കെ കൂടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോഴൊക്കെയും നമ്മളെ പലപ്പോഴും മറക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കാരണം നമ്മൾ ആദ്യത്തെ ഒരു സെൽഫ് കെയറും സെൽഫ് ലവും നമ്മളതോട് തന്നെയാണ് വേണ്ടതും ചെയ്യേണ്ടതും. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ചുറ്റിനും ഉള്ളവരെ മികച്ച രീതിയിൽ നോക്കാൻ പറ്റത്തുള്ളൂ, മികച്ച രീതിയിൽ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി എങ്ങനെയൊക്കെ ഫിറ്റായിട്ടിരിക്കാം, അതല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്കൊരു സെൽഫ് കെയർ കൊടുക്കാം എന്ന് നോക്കാം. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നല്ലപോലെ വെള്ളം കുടിക്കുക. അപ്പം വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഹെൽത്ത് വൈസ് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് വെള്ളം കുടിക്കുന്നതിലൂടെ കിട്ടുന്നത്. രണ്ടാമതായിട്ട് നിങ്ങളുടെ സ്കിൻ നിങ്ങൾ മോയ്സ്ചറൈസ് ചെയ്യുക. ഒരു സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാമെന്ന് വെച്ചാൽ അത് എന്താ പറയുക, അത് മേക്കപ്പ് ഇട്ട് നടക്കുക അല്ലെങ്കിൽ അതൊന്നുമല്ല. നിങ്ങൾ ഡെയിലി ഷവർ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സ്കിൻ, നിങ്ങളുടെ ബോഡിയിലും നിങ്ങളുടെ ഫേസിലും ആപ്റ്റായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ എടുത്തിട്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്യുക. അത് നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആവാതിരിക്കാനും കൂടുതൽ ഏജ് ആവാതിരിക്കാനും ഇച്ചി അല്ലെങ്കിൽ ചൊറിച്ചിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് സ്കിന്നിനെ നമ്മളെപ്പോഴും സംരക്ഷിക്കണം. സ്കിൻ എന്ന് പറയുന്ന ബോഡിയിൽ തന്നെ ലാർജസ്റ്റ് ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത്. മറ്റെല്ലാ ഓർഗൻസിനെയും നമ്മൾ സംരക്ഷിക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നിനെയും നമ്മൾ നല്ല പോലെ സംരക്ഷിക്കണം. മൂന്നാമതായി, നിങ്ങളുടെ വീട്ടിൽ ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങളത് കഴിക്കണം. ഒരു ഫ്രൂട്ടെങ്കിലും ഡെയിലി നമ്മൾ കഴിച്ചിരിക്കണം. ഓക്കെ, അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, പപ്പായ ആയിക്കോട്ടെ, പേരയ്ക്ക ആയിക്കോട്ടെ, ചക്ക ആയിക്കോട്ടെ, മാങ്ങ ആയിക്കോട്ടെ, എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് ഒന്നെങ്കിലും നമ്മൾ കഴിക്കാൻ നോക്കുക. പിന്നീടുള്ളതാണ് ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി അനങ്ങിക്കൊണ്ടേയിരിക്കണം. അതല്ലെങ്കിൽ അത് കേടായി പോവും. എഞ്ചിനൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്ന പോലെ നമ്മുടെ ബോഡി എപ്പോഴും അനങ്ങി ബ്ലഡ് സർക്കുലേഷൻ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ നിങ്ങൾക്ക് വീടിന് ചുറ്റും ഒരു 10 തവണ നടക്കുകയെങ്കിലും ചെയ്യുക. എനിക്ക് എക്സസൈസ് ചെയ്യാനൊക്കെ മടിയാണ്, പക്ഷേ എന്താ പറയുക, എക്സസൈസൊക്കെ ചെയ്തില്ലെങ്കിൽ എനിക്ക് കുറേ കൈയും കാലും ഒക്കെ എൻ്റെ വേദന എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നടക്കും. എവിടെയൊക്കെ ഓഫീസിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴോ ബസ് കയറാനൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ നടക്കാറുണ്ട്. അങ്ങനെ ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും എക്സസൈസൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഡെയിലി ചെയ്യത്തില്ലെങ്കിലും ഇടയ്ക്കെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ എക്സസൈസ് ചെയ്യുക നമ്മൾ. പിന്നീടുള്ളത് ഇടയ്ക്കെങ്കിലും ഇനി നമുക്ക് മെൻ്റലി കൂടി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. അങ്ങനെ നമ്മൾ മെൻ്റലി കൂടി ഹാപ്പി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇടയ്ക്ക് നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണം. നമ്മളൊരിക്കലും ലോങ് വാക്സ് ഒക്കെ നടക്കണം. അത് ഒരു നടക്കാൻ പോകണം. നമ്മുടെ കൂടെ ഇപ്പം ഹസ്ബൻഡാണോ, ഫ്രണ്ട്സാണോ, അതല്ലെങ്കിൽ കസിൻസാണോ, ആരാണോ നമുക്ക് ആപ്റ്റായിട്ടുള്ളത്, നല്ല മെൻ്റൽ വൈബ് ആരുമായിട്ടാണോ ഉള്ളത്, അവരുമായിട്ടൊരു ലോങ് വാക്കിന് പോവുക. വഴി കാണുന്നവരൊക്കെ ആയിട്ട് സംസാരിക്കുക. ഇടയ്ക്കൊരു ചായക്കട കാണുമെങ്കിൽ ചായയൊക്കെ മേടിച്ച് കുടിക്കുക. അല്ല, എനിക്കൊരു കോഫി ഷോപ്പാണ് കാണുന്നതെങ്കിൽ അവിടെ നിന്നൊരു കോഫി കുടിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നീടുള്ളത് എന്താ പറയുക, നമ്മുടെ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് മെൻ്റൽ ഹാപ്പിനെസ്സിന് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിൽ പറയാം. അത് കുറേ എക്സ്റ്റെൻഡ് ആയിപ്പോയി. പാർട്ട് 2 ഞാൻ ഇറക്കാം. ഓക്കെ.